ഹലോ! അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി നോക്കിയാലോ? നല്ല അടിപൊളി ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ്. ഏത് മീനാണെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വെറൈറ്റിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് വലിയ ചെമ്മീൻ 1/2 കിലോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ എടുത്ത ശേഷം തലയുടെ ഈ ഒരു വശം ഫിഷ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. നാരും കാര്യങ്ങളൊക്കെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കളയാനേ ഉള്ളൂ. ഇനി നമുക്ക് നടുഭാഗം അതിൻ്റെ ആ ഒരു തോല് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. അതിൻ്റെ ഒരു വാലറ്റം വരെ കളഞ്ഞ് ഇതുപോലെ എടുക്കുന്നുണ്ട്. നാര് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നെങ്കിൽ വലിച്ച് ഇതുപോലെ കളയാം, അല്ലെങ്കിൽ ഫിഷ് കട്ടർ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. വാലിൻ്റെ ആ ഒരു അറ്റം ആ ഒരു ഭാഗത്തുള്ള തോല് നമ്മൾ കളയുന്നില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളത് വെച്ച് കൊടുക്കുന്നുണ്ട്. വലിയ ചെമ്മീനാകുമ്പോൾ അത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ചെമ്മീൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ആ ഒരു നാര് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇതുപോലെ വരഞ്ഞു കൊടുത്താൽ ഈസി ആയിട്ട് ഇതുപോലെ വലിച്ച് കംപ്ലീറ്റ് അങ്ങ് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. നാരൊക്കെ വലിഞ്ഞ് പോരും. ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വലിയ പ്രോൺസൊക്കെ ഒട്ടും വേസ്റ്റ് ആവാതെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നിറയെ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സോയാ സോസ് കൂടി ചേർത്ത് നമ്മളുടെ ഈ ഒരു ചെമ്മീൻ ഫ്രൈ റെഡിയാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഈ ഒരു മസാലയിൽ ചെമ്മീൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറഞ്ഞത് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇതൊരു 1.5 മണിക്കൂറോളം ഇതുപോലെ ഒന്ന് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ഓരോന്നായിട്ടങ്ങ് പെറുക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വൺ സൈഡ് ഒന്ന് മൊരിയിച്ചെടുക്കാം. ചെമ്മീൻ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. ഒത്തിരി നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ അതങ്ങ് റബ്ബർ പോലെയായി അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. ഇതുപോലെ വൺ സൈഡ് കറക്റ്റായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. നമ്മളുടെ ഈ ഒരു സിമ്പിൾ മസാലയിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്രോൺസ് ഫ്രൈ ആണ്. ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ നമ്മളുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന ടൈമിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.